അസ്സലാമലൈക്കും. ഞാനിന്നൊരു പച്ചച്ചെമ്മീൻ അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പച്ചച്ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിലോ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണയാണ് നല്ലത്. അതിലേക്ക് മസാല തേച്ച് വെച്ച് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോ ചെമ്മീനാണിത്. തൊലി കളഞ്ഞാൽ അധികമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി അത് ചൂടാവുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അതൊക്കെ വറ്റിച്ച് എടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് പൊരിച്ചെടുക്കുക. നല്ലോണം ഞെരിയണ്ട. ആ വെള്ളം വറ്റി ഒന്ന് പൊരിഞ്ഞ മാതിരി ആയാൽ മതി. ഇനി അതവിടെ പൊരിയട്ടെ. ഇനി വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. കളറ് മാറി വരുമ്പോൾ അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് അച്ചാർ മസാല, അല്ലെങ്കിൽ മുളക് പൊടി ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടാലും മതി. അത് എണ്ണയിലൊന്നാണ് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അത് തിളച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതൊന്ന് തിളക്കട്ടെ. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് പോരെങ്കിലും ഇട്ട് കൊടുക്കുക. ചെമ്മീൻ വേവൊക്കെ പാകമായി, വെള്ളമൊക്കെ വറ്റി. ഇനി ആ തിളച്ച സുർക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഞെരിയണ്ട. ഇനി അതൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളക്കട്ടെ. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇനി തീ ഓഫാക്കുക. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എയർ ടൈറ്റുള്ളൊരു ബോട്ടിലാക്കി വെച്ചാൽ എത്ര കാലം നിൽക്കും.